എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് (COGS)? ഒരു കമ്പനി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ നേരിട്ട് ചെലവാകുന്ന പണത്തെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് (COGS) എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നമുണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വില, തൊഴിലാളികളുടെ കൂലി, ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മറ്റ് നേരിട്ടുള്ള ചെലവുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ വിതരണ ചെലവുകൾ, വിപണന ചെലവുകൾ, ഓഫീസ് വാടക, ഭരണപരമായ ചെലവുകൾ തുടങ്ങിയ പരോക്ഷ ചെലവുകൾ COGSൽ ഉൾപ്പെടുന്നില്ല. ഒരു കമ്പനിയുടെ മൊത്തം ലാഭം ഗ്രോസ് പ്രോഫിറ്റ് കണക്കാക്കുന്നതിന് ഇത് വരുമാനത്തിൽ റവന്യൂ നിന്ന് കുറയ്ക്കുന്നു. കോഗ്സിന്റെ പ്രധാന ഘടകങ്ങൾ കോമ്പോണന്റ്സ് ഓഫ് കോഗ്സ്. COGSൽ പ്രധാനമായും താഴെ പറയുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്നു. 1. നേരിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ നേരിട്ടുപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെയും ഘടകങ്ങളുടെയും വിലയാണിത്. ഉദാഹരണത്തിന്, ഒരു ഫർണിച്ചർ നിർമ്മാതാവിന് മരം, സ്ക്രൂ, വാർണിഷ് തുടങ്ങിയവ. ഒരു ബേക്കറിക്ക് മാവ്, പഞ്ചസാര, വെണ്ണ തുടങ്ങിയവ. ഒരു ഇലക്ട്രോണിക്സ് കമ്പനിക്ക് സർക്യൂട്ട് ബോർഡുകൾ, വയറുകൾ, സ്ക്രീനുകൾ തുടങ്ങിയവ. ഈ വസ്തുക്കളില്ലാതെ ഉൽപ്പാദനം സാധ്യമല്ല. അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ COGSനെ നേരിട്ടു ബാധിക്കും. 2. നേരിട്ടുള്ള അധ്വാനം ഡയറക്റ്റ് ലേബർ. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് നൽകുന്ന വേതനമാണിത്. ഉദാഹരണത്തിന്, കാർ അസംബിൾ ചെയ്യുന്ന ഫാക്ടറി തൊഴിലാളികൾ, വസ്ത്രങ്ങൾ തുന്നുന്ന തയ്യൽക്കാർ, ബ്രെഡുണ്ടാക്കുന്ന ബേക്കർമാർ. തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത, വേതനം, കാര്യക്ഷമത എന്നിവയെ ആശ്രയിച്ച് ഈ ചെലവുകൾ വ്യത്യാസപ്പെടാം. 3. നിർമ്മാണ ഓവർഹെഡ് മാനുഫാക്ചറിംഗ് ഓവർഹെഡ്. ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്ന എന്നാൽ ഒരു യൂണിറ്റ് ഉൽപ്പന്നവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പരോക്ഷ ചെലവുകളാണിത്. ഉദാഹരണത്തിന്, ഫാക്ടറി വാടകയും അറ്റകുറ്റപ്പണികളും, ഫാക്ടറിയിലെ വൈദ്യുതി, വെള്ളം തുടങ്ങിയ യൂട്ടിലിറ്റി ചെലവുകൾ, മെഷീനുകളുടെ തേയ്മാനം, ഡിപ്രീഷിയേഷൻ, ഫാക്ടറി സൂപ്പർവൈസർമാരുടെ ശമ്പളം, ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങളുടെയും സാധനങ്ങളുടെയും വില. COGS എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഹൗ ടു കാൽക്കുലേറ്റ് കോഗ്സ്. COGS കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാന ഫോർമുല താഴെ പറയുന്നവയാണ്. കോഗ്സ് സമം പ്രാരംഭ ഇൻവെന്ററി ബിഗിനിംഗ് ഇൻവെന്ററി പ്ലസ് വാങ്ങലുകൾ പർച്ചേസസ്, അന്തിമ ഇൻവെന്ററി എൻഡിംഗ് ഇൻവെന്ററി. ഇതൊരു പൊതുവായ ഫോർമുലയാണ്. വ്യത്യസ്ത തരം ബിസിനസ്സുകൾക്ക് ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. നിർമ്മാണ ബിസിനസ്സുകൾക്ക് മാനുഫാക്ചറിംഗ് ബിസിനസ്. ഇവിടെ COGSൽ അസംസ്കൃത വസ്തുക്കൾ, നേരിട്ടുള്ള അധ്വാനം, നിർമ്മാണ ഓവർഹെഡ് എന്നിവ ഉൾപ്പെടുന്നു. റീറ്റെയിൽ ബിസിനസ്സുകൾക്ക് റീറ്റെയിൽ ബിസിനസ്. ഒരു റീറ്റെയിൽ സ്ഥാപനത്തെ സംബന്ധിച്ച് വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിയ വിലയാണ് COGS. ഉദാഹരണത്തിന്, ഒരു വസ്ത്രശാലയ്ക്ക് ഓരോ വസ്ത്രത്തിനും മൊത്ത വ്യാപാരിക്ക് നൽകിയ വില. COGSന്റെ പ്രാധാന്യം. ഒരു കമ്പനിയുടെ മൊത്തം ലാഭം ഗ്രോസ് പ്രോഫിറ്റ് നിർണ്ണയിക്കാൻ COGS അത്യന്താപേക്ഷിതമാണ്. കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ലാഭക്ഷമത മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. COGS കുറയ്ക്കാൻ സാധിച്ചാൽ കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.